രാഷ്ട്രീയ നിരീക്ഷകൻ ഡോക്ടർ ജയപ്രസാദ് കൂടി നമുക്കൊപ്പം ചേരുകയാണ്. ഡോക്ടർ ജയപ്രസാദ്, ഒന്ന് ശാന്തമായിരുന്ന അന്തരീക്ഷമാണ്, അതിപ്പോൾ വീണ്ടും പഴയതുപോലെ അന്തരീക്ഷം രൂക്ഷമാകുന്നു. ആദ്യം വലിയ പ്രകോപനം ഇറാന്റെ ഭാഗത്ത് നിന്നുണ്ടാകുന്നു. അതിനെ പ്രതിരോധിക്കാൻ എന്ന നിലയിൽ ഇപ്പോൾ ഇസ്രയേൽ അതിശക്തമായ തിരിച്ചടി ടെഹ്റാൻ ഉൾപ്പെടെയുള്ള നഗരങ്ങളിൽ നടത്തുകയാണ്. അപ്പോൾ എങ്ങോട്ടാണ് കാര്യങ്ങൾ പോകുന്നത്? അങ്ങ് എങ്ങനെയാണ് ഈ സാഹചര്യത്തെ വിലയിരുത്തുന്നത്? സംഘർഷം നമുക്കറിയാം, 2023 ഒക്ടോബർ 7 തുടങ്ങിയ ഇന്നത്തെ സംഘർഷം അത് പല ഇടവേളകൾ അതിനെടുത്തിരുന്നു എന്നുള്ളതേ ഉള്ളൂ. അപ്പൊ 2026 ഫെബ്രുവരി 28 തുടങ്ങിയ ഈ നിലവിലെ സംഘർഷം ഏപ്രിൽ മാസത്തിൽ വെടിനിർത്തലിലേക്ക് എത്തിയെങ്കിലും യഥാർത്ഥത്തിൽ യുദ്ധത്തിനിടയ്ക്കുള്ള ഒരു ഇടവേളയായിട്ടാണ് ഞാനതിനെ കണ്ടിരുന്നത്. കാരണം ഇസ്രയേലും ഇറാനും വലിയൊരു സംഘർഷത്തിലെ വലിയൊരു യുദ്ധം നടത്തുന്നതിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പുകൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഇടവേളയായിട്ടാണ് ഞാൻ ഈ ചർച്ച നടന്ന കാലഘട്ടത്തെ കണ്ടത്. കാരണം ആ തരത്തിലുള്ള നീക്കങ്ങൾ രണ്ട് ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട്. മറ്റൊന്ന്, IRGCയും ട്രംപിന്റെ US-ഉം രണ്ടും ഒരുപോലെ തന്നെ അന്താരാഷ്ട്ര നിയമങ്ങളെ പാലിക്കുന്ന രാജ്യങ്ങളോ ശക്തികളോ അല്ല. അപ്പൊ നമ്മൾ അമേരിക്ക ലോക സമൂഹത്തിന് ട്രംപിന്റെ അമേരിക്ക എത്രമാത്രം ഭീഷണിയാണോ അതുപോലെ തന്നെ അതിനേക്കാൾ ഉപരി ഭീഷണിയാണ് ഈ ഇറാനിലെ IRGC ഭരണകൂടവും അവരുടെ പ്രോക്സികളും. അത് പശ്ചിമേഷ്യയിലാണ് അവരുടെ കേന്ദ്രമെന്നേ ഉള്ളൂ. അപ്പം നമുക്കറിയാലോ, ലോകത്തെ മുഴുവനും ബാധിക്കുന്നു എന്ന് പറയാൻ കാരണം എണ്ണ വിലയിലോ അല്ലെങ്കിൽ ലോക സമ്പദ് വ്യവസ്ഥയെ ഏറ്റവും കൂടുതൽ സാരമായി ബാധിച്ചത് ഈ പശ്ചിമേഷ്യയിലെ സംഘർഷമാണ്. അതില് മുൻകാലഘട്ടങ്ങളിൽ ഇറാനും ഡയറക്റ്റായിട്ട് ഇസ്രയേലുമായിട്ട് സംഘർഷത്തിൽ ഏർപ്പെട്ടിരുന്നില്ല. മറിച്ച് ഇറാൻ പിന്തുണയ്ക്കുന്ന പ്രോക്സികളായിട്ടുള്ള ഹമാസും ഹൂതികളും ഹിസ്ബുള്ളയും ആയിരുന്നു ഇസ്രയേലുമായിട്ടുള്ള സംഘർഷത്തിൽ നിരന്തരമായ സംഘർഷം ഇടവേളകൾക്ക് ഉണ്ടാകും, പക്ഷെ നിരന്തര സംഘർഷം ഉണ്ടായിരുന്നു. അതിന് പകരമായിട്ട് ഒരു ഡിസ്പ്രപ്പോർഷണൽ ആയിട്ടുള്ള മറുപടി ഇസ്രയേലിന്റെ ഭാഗത്ത് നിന്നും ഉണ്ടാകുമായിരുന്നു. അത് പിൽക്കാലത്ത് അത് എക്സ്റ്റെൻഡ് ചെയ്യുകയും ഹൂതികളും പിന്നീട് അത് ഇറാനിലേക്ക് അത് എക്സ്റ്റെൻഡ് ചെയ്ത ഒരു സാഹചര്യമാണ് 2025 ഉണ്ടായത്. അപ്പൊ അതിലാണ് അമേരിക്ക കടന്നു വരുന്നത്, അമേരിക്കയുടെ ബോംബിംഗ് ഉണ്ടാകുന്നു, പിന്നീട് അത് വെടിനിർത്തലിലേക്ക് മാറി. അപ്പൊ സംഘർഷത്തിന് പുതിയ തലമുണ്ടായി. പിന്നീട് നമ്മൾ കണ്ടത് പശ്ചിമേഷ്യയിലെ സംഘർഷം വ്യാപിക്കുകയും GCC രാജ്യങ്ങളെ അമേരിക്കയുമായിട്ട് സൈനിക സഖ്യമുള്ള 6 GCC രാജ്യങ്ങളെയും ഇറാൻ ആക്രമിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ മാറുന്നു. അപ്പൊ അത് ആണ് ലോക സമ്പദ് വ്യവസ്ഥയെ കാര്യമായി ബാധിക്കാൻ തുടങ്ങിയത്. വിശേഷിച്ചും നമുക്കറിയാം, എണ്ണ വിലയിലുണ്ടായ വർധനവ്, അതുപോലെ ഹോർമൂസിലുണ്ടായ ഉപരോധം, അത് നമുക്ക് ലോക സമൂഹത്തിന് അംഗീകരിക്കാൻ കഴിയുന്നതല്ല. ഹോർമൂസിൽ ഇറാൻ വെച്ച നിയന്ത്രണങ്ങൾ, അപ്പൊ അതിന് ബദലായിട്ട് അമേരിക്കയുടെ ഉപരോധവും തുടരുകയും അതിനിടയിൽ നിരന്തരം സംഘർഷത്തിലേക്ക് മുന്നോട്ട് പോവുകയും ചെയ്തു. അപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഒരു 95 ലക്ഷത്തോളം ഇന്ത്യക്കാർ ജോലി ചെയ്ത് ജീവിക്കുന്ന നമ്മുടെ സമ്പദ് വ്യവസ്ഥയിൽ ഏറ്റവും കൂടുതൽ സ്വാധീനിക്കുന്ന വിഷയമാണ്. കാരണം പശ്ചിമേഷ്യയിൽ വിശേഷിച്ചും GCC രാജ്യങ്ങളുമായിട്ട് ആ തരത്തിലുള്ള സാമ്പത്തിക ബന്ധമാണ് നമ്മൾക്കുള്ളത്. നമ്മുടെ പൗരന്മാരവിടെ ജീവിക്കാൻ, നമ്മുടെ ഓരോ വീട്ടിലെയും, കേരളത്തിലെ ഓരോ വീട്ടിലെയും അടുക്കളയുമായിട്ട് അതിന് ബന്ധമുണ്ടെന്നുള്ളതാണ്. കാരണം 28 ലക്ഷത്തോളം മലയാളികൾ ഈ GCC രാജ്യങ്ങളിലുണ്ട്. അപ്പൊ ഈ സംഘർഷം ഒരു നയതന്ത്ര സൊല്യൂഷന് സാധ്യത വളരെ കുറവാണ്. കാരണം ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ, ഒന്ന്, ട്രംപിനെ നമുക്ക് ലോകത്താർക്കും വിശ്വസിക്കാൻ കഴിയില്ല. ട്രംപിന്റെ നയങ്ങള്, ട്രംപ് ലോകത്തിന് മുഴുവനും വിനാശകരമായ നയങ്ങളും, അത് സൈനിക രംഗത്ത് മാത്രമല്ല സാമ്പത്തിക മേഖലയും തകർക്കുന്ന തരത്തിലുള്ള നടപടികൾ ഒരു ഭാഗത്ത് മുന്നോട്ട് പോകുന്നു. മറുഭാഗത്ത് അന്താരാഷ്ട്ര നിയമങ്ങളെ ആ തരത്തിൽ പാലിക്കാൻ ഉള്ള മര്യാദ കാണിക്കാത്ത ഒരു ഭരണകൂടമാണ് ഇറാനിലെ മത നേതൃത്വം. അപ്പൊ ഇറാനെ സംബന്ധിച്ചിടത്തോളം 2 നേതൃത്വങ്ങളുണ്ട്. ഒന്ന് സിവിലിയൻ ഭരണകൂടമുണ്ട്, അവിടുത്തെ പ്രസിഡന്റും അതുപോലെ വിദേശകാര്യമന്ത്രി, അങ്ങനെ അവിടെ സ്പീക്കർ തുടങ്ങിയിട്ടുള്ള ഒരു ഭാഗം. മറ്റൊന്ന് അവിടുത്തെ പരമോന്നത നേതാവ്. അപ്പൊ ഈ പരമോന്നത നേതാവും IRGC എന്ന് പറയുന്ന സമാന്തര സേനയുമാണ് ഇറാനെ നിയന്ത്രിക്കുന്നത്. അപ്പൊ IRGCയുടെ പ്രഖ്യാപിത ലക്ഷ്യത്തില് ഇസ്രയേൽ എന്നുള്ള രാജ്യത്തെ IRGCയോ അല്ലെങ്കിൽ ഇസ്ലാമിക റവല്യൂഷണറി ഭരണകൂടമോ ഇസ്രയേൽ എന്നുള്ള രാജ്യത്തെ അംഗീകരിച്ചിട്ടുമില്ല. മാത്രമല്ല, ഹിസ്ബുള്ളയാണെങ്കിലും ഹൂതികളാണെങ്കിലും അവരുടെ നയത്തിലും ഇസ്രയേൽ എന്ന് പറയുന്നത് ഡെത്ത് ഓഫ് ഇസ്രയേൽ, ഡെത്ത് ഓഫ് USA എന്ന് പറയുന്നത് ഹിസ്ബുള്ളയുടെയും ഹൂതികളുടെയും ഒഫീഷ്യൽ മോട്ടോയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ സംഘർഷത്തിന്റെ സാധ്യത ഒരു ഡിപ്ലോമാറ്റിക് തലത്തിൽ നമുക്കിത് പരിഹരിക്കാൻ കഴിയാത്തൊരു സാഹചര്യം വ്യക്തമാണ്. ഡോക്ടർ ജയപ്രസാദ്.